ഹലോ, ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2024 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. നിലവിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, നിലവിൽ എവിടെയും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. നേരത്തെ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് അപേക്ഷ നൽകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ ആദ്യം നിലവിൽ ഏതെല്ലാം സ്കൂളുകളിലാണ് വേക്കൻസി എന്നുള്ളത് നോക്കി ആ വേക്കൻസിയിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. ഏറ്റവും മുകളിൽ സ്കൂൾ വൈസ് വേക്കൻസി എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ജില്ല, ഞാനിവിടെ മലപ്പുറം ജില്ല സെലക്ട് ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന് ജില്ല തിരഞ്ഞെടുത്ത് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ സെലക്ട് ചെയ്ത ജില്ലയിലെ ഒഴിവുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത, അലോട്ട്മെൻറ്റുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ചില സ്കൂളുകളിലൊക്കെ ധാരാളം ഒഴിവുകളുണ്ട്. ആ ഒഴിവുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. ജൂലൈ 2 മുതൽ ജൂലൈ 4 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഒഴിവുള്ള സ്കൂളുകളിലേക്ക്, ഒഴിവുള്ള കോഴ്സ് കോമ്പിനേഷനുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും കൃത്യസമയത്തിനുള്ളിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക്, പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്കും നേരത്തെ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയതിന് ശേഷം TC വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ഈ അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. നിലവിൽ എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ പുതുക്കി നൽകുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് തങ്ങളുടെ 10 ആപ്ലിക്കേഷൻ നമ്പർ ഏറ്റവും മുകളിൽ നൽകി തൊട്ട് താഴെ പാസ്വേഡ്, നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാസ്വേഡും എൻ്റർ ചെയ്ത് ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് പച്ച ബട്ടണുള്ള ലോഗിൻ എന്ന ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. നേരത്തെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയ ഓപ്ഷനുകളൊന്നും തന്നെ നിലനിൽക്കുകയില്ല. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾ പുതിയ സ്കൂൾ ഓപ്ഷനുകൾ പൂർണ്ണമായും പുതിയത് നൽകണമെന്ന് അറിയിക്കുന്നു. നേരത്തെ എന്തെങ്കിലും കാരണവശാൽ അപേക്ഷ നൽകാൻ സാധിക്കാത്ത ആദ്യ മുഖ്യ അലോട്ട്മെൻറ്റുകളിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ആദ്യ മുഖ്യ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും SSLC സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയ അപേക്ഷ നൽകാവുന്നതാണ്. അതിനാദ്യം വിദ്യാർത്ഥികൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപേക്ഷ നൽകേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. നിലവിൽ എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ കയറി അവിടെ വേക്കൻസി കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2 മുതൽ ജൂലൈ 4 വൈകിട്ട് 5 മണി വരെ അപേക്ഷ നൽകാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നിലവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.